നമസ്കാരം സർ. പൂഞ്ഞാർ ഇക്കുറി ഇത്രയും വർഷം ജനങ്ങളുടെ ഇടയിലുള്ള നേതാവ് എന്നുള്ള രീതിയിൽ നമ്മുടെ പൂഞ്ഞാറുകാർക്ക് വേണ്ടിയിട്ട് ഇപ്രാവശ്യം NDA സ്ഥാനാർത്ഥിയായിട്ട് ഇറങ്ങുമ്പോൾ എന്ത് വ്യത്യാസമാണ് ഇപ്പോൾ? NDA സ്ഥാനാർത്ഥിയായുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്ന ഭയങ്കര ഒരു ജനസമൂഹമാണ്. ആ ജനസമൂഹത്തിൻ്റെ ആത്മാർത്ഥമായ പിന്തുണ കിട്ടി. ഒന്ന്. രണ്ട്, BJPയുടെ സജീവ പ്രവർത്തകർ, പ്രത്യേകിച്ച് RSകാർ ഉൾപ്പെടെ ഉള്ളവരെല്ലാം മരണപ്രവർത്തനം, പഴയത് വ്യത്യസ്തമായ നല്ല പ്രവർത്തനം അവർ നടത്തുന്നത്. അത് വലിയൊരു നേട്ടമാണ്. സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഭയങ്കര ഒരു അതെ, അത് തന്നെയല്ല, ഈ BJPയുടെ പ്രവൃത്തിയിൽ കൂടെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏത് മേഖല ചെന്നാലും സ്ത്രീകളാണ്. വളരെ മുന്നേറ്റം ഉണ്ട് ആ കാര്യത്തിൽ, വളരെ അഭിമാനകരമാണ്. കഴിഞ്ഞ തവണ ഇപ്പോൾ നിന്ന സമയത്തൊക്കെ ഒറ്റയ്ക്ക് നിന്നിട്ട് പോലും 40,000 വോട്ടിന്റെ 42,000 വോട്ട് വന്നു. അപ്പോൾ BJPയുടെ ഒരു 19,000 കൂടി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഇപ്രാവശ്യം എന്തായാലും നമുക്ക് വിജയ സാധ്യത ജയം സംശയമില്ലാത്ത പിന്നെ ജയത്തിന് സംശയമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നിലവിലിരിക്കുന്ന MLAയുടെ 5 കൊല്ലം, ആ 5 കൊല്ലം വലിയ നഷ്ടക്കണക്കാണ് പറയുന്നത്. അതുപോലെ തന്നെ അങ്ങേർക്ക് അദ്ദേഹത്തിന് പല വാർഡുകളും ചെല്ലാൻ പറ്റാത്ത സാഹചര്യം പോലും ഉണ്ട്. അങ്ങനെ ഒരു ഗതിയുണ്ട്. പിന്നെ UDFിൻ്റെ സ്ഥാനാർത്ഥി അത് SDP-യുടെ സ്ഥാനാർത്ഥിയാണ്, SDP-കാരൻ. അങ്ങനെ സമ്മേളനം പോലും SDP-കാരാണ് നടത്തുന്നത്. ഇവിടുത്തെ ഒരു SDP-യുടെ ഒരാളുണ്ട്, ഞാൻ പേരൊന്നും പറയുന്നത് അവരെ അപമാനിക്കാനല്ല. അവരുടെ വാഹനങ്ങളാണ് ഈ സമ്മേളനത്തിനൊക്കെ, കോൺഗ്രസ് സമ്മേളനത്തിനൊക്കെ കൊണ്ടുപോകുന്നത്. പക്ഷേ കോൺഗ്രസ്സുകാരില്ല അതിനകത്ത്, ഈ SDP-യുടെ ആളുകളാണ്. ഇപ്പോൾ ഈ പല ചാനലുകാരും ഇപ്പോൾ ചില രീതികളിൽ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് നല്ലതാണ്. എനിക്കങ്ങനെ കോൺട്രവേഴ്സിയിലാണ് ഞാൻ ജീവിക്കുന്നത്, അതുകൊണ്ട് എന്നാണ് പറഞ്ഞു എനിക്ക് ഉറപ്പായിട്ടും ചില സമയങ്ങളിൽ ഇപ്പോൾ ഇത്രയും രാഷ്ട്രീയ പരിചയമുള്ള ഒരാൾ ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ ഏറ്റവും ലോവർ ലെവലിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുമ്പോൾ ഉറപ്പായിട്ടും ജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യത ഒരുപാട് കൂടുതലാണല്ലോ. അപ്പോൾ ഇപ്രാവശ്യം MLA സ്ഥാനം ഉറപ്പിച്ച് തന്നെയാണ്. BJP മൊത്തത്തിൽ എത്ര പിടിക്കും എന്ന് തോന്നുന്നുണ്ട്? സീറ്റോ? അത് ഞാനിങ്ങനെ കണക്ക് പറയുന്നില്ല. രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായ പ്രവർത്തനം നടക്കുന്നത്. ഏതായാലും ജോർജ് കുര്യൻ മന്ത്രി മത്സരിക്കുന്നുണ്ട് നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിൽ. പിന്നെ ഷോൺ ജോർജ് പാലായി മത്സരിക്കും. ഇതൊക്കെ ജയിക്കാവുന്ന സീറ്റുകളാണ്. പിന്നെ വൈക്കത്തെ സ്ഥാനാർത്ഥി മോശമല്ല, നല്ല സ്ഥാനാർത്ഥിയാണ്, വേണമെങ്കിൽ അതും ജയിക്കാം. അല്ല, അങ്ങനെ 30-നും 15-നും ഇടയ്ക്ക് സീറ്റ് BJP ജയിക്കും, MLAമാരുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്രാവശ്യം കിട്ടും തന്നെയാണ്. മൊത്തത്തിൽ നമ്മുടെ പിണറായി ഭരണത്തിൽ ഏകദേശം ആൾക്കാർ പിണറായി ഭരണം മടുത്തല്ലോ മനുഷ്യൻ. അത് പിണറായി എന്ന് പറയുന്ന ഒരു ഭരണമായിട്ട് കൂട്ടുണ്ടല്ലോ, മുഴുവൻ പേരും എതിരായി. തന്നെ വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞു തുടങ്ങിയാണ്. വോട്ട് ചോദിച്ച് ചെല്ലുന്നവരും അതേ ചോദ്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം തീരുമാനമാവും എന്നുള്ള രീതിയിൽ തന്നെയാണ്. എന്തായാലും അവസാനമായിട്ട് പറയാനുള്ളത് ജനങ്ങളോട് പറയാനുള്ളത്, ജനം ഭാരതീയ ജനതാ പാർട്ടിയെ സ്വീകരിക്കണമെന്ന് എൻ്റെ അഭിപ്രായം. കാരണം 7 ലക്ഷം കോടി കടത്തി നിൽക്കുന്ന കേരള സംസ്ഥാനം പട്ടിണിയില്ലാവും. പട്ടിണി മരണം ഉണ്ടാകാത്തതിന് കാരണം നരേന്ദ്രമോദി സർക്കാർ വരുന്ന സൗജന്യ റേഷനാണ്. അതുപോലെ കൃഷിക്കാർ 6,000 രൂപ ഒരു വർഷം കൊടുത്തുകൊണ്ടിരിക്കുക, സൗജന്യമായിട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ വളരെയേറെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ കേന്ദ്ര ഗവൺമെൻറ് ഉള്ളപ്പം ഈ പട്ടിണി പാവങ്ങളെല്ലാം കൂടെ നശിപ്പിക്കാതെ, ഈ പിണറായിയുടെ പുറകെ കിടക്കാതെ UDFും കിടക്കാം. UDF LDF മാറി പരിശോധിച്ചതല്ലേ അനുഭവം. അതുകൊണ്ട് ജനം നരേന്ദ്രമോദി സർക്കാരിനെ സ്വീകരിക്കണം, BJPയിലേക്ക് കടന്നു വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ചെറിയൊരു കണക്ക് കൂടി ചോദിച്ചോട്ടെ, ഒരു 5 ലക്ഷം രൂപ കേന്ദ്രം അനുവദിച്ചത് പിണറായി സർക്കാർ കൊടുക്കുന്നില്ല. അത് എന്തൊരു മര്യാദയാണെന്ന് ആലോചിച്ച്. അതായത് ഒരു 70 വയസ്സ് കഴിഞ്ഞ ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ 5 ലക്ഷം രൂപ ചികിത്സാ സഹായം കൊടുക്കും. അത് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനവും ആക്സെപ്റ്റ് ചെയ്തു. അത് വേണ്ടാന്ന് വെച്ചാൽ അത് കേരളം, ബംഗാൾ, തമിഴ്നാട് 3 സർക്കാരുണ്ട്. ഞാൻ അതിന് കണക്കെടുത്ത് നോക്കി. അപ്പം 60 കേന്ദ്രം 40 സംസ്ഥാനം എന്നാണ് നിയമം. അപ്പം കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനുണ്ട് ഈ പണം ചെലവഴിക്കുന്ന 3,900 കോടി രൂപ വരുന്നുള്ള ആകെ. അത് കൊടുക്കാതെയാണ് പിണറായി ഈ വൃത്തി കാണിക്കുന്നത്. അത് കൊടുക്കാത്ത പിണറായി സർക്കാർ ഊരാളുങ്കൽ സൊസൈറ്റി, സത്യത്തിലെ പിണറായിയുടെ സൊസൈറ്റി ആർക്കാര്യത്തില്ലാത്ത പിണറായി അതിൻ്റെ അല്ല 60,000 കോടി രൂപ കൊടുക്കുക. ഒന്നാലോചിച്ച് എന്ത് ക്രൂരത ചെയ്ത്. ഇത് ദൈവം പിണറായിയോട് ക്ഷമിക്കുകയല്ല. ഇവിടുത്തെ എത്ര കുടുംബങ്ങൾ കിട്ടേണ്ട പണമായി ഇത് പാവങ്ങൾക്ക്. ചികിത്സ പട്ടിണിയാണ്. ഇവിടെ ആശുപത്രി മുഴുവൻ പൂട്ടിക്കെട്ടി കിടക്കുക ഇവരുടെ ഭരണം. ഒരു നല്ല ആശുപത്രി ഇല്ലാതാക്കി, ഗവൺമെൻറ് ആശുപത്രി ഇല്ലാത്ത സ്ഥിതിക്ക് ഈ 5 ലക്ഷം എത്ര വലിയ ഒരു അനുഗ്രഹമാണ്. അത് നശിപ്പിച്ചത് പ്രാക്ക് കിട്ടും ഈ പിണറായി കിട്ടും, ഒരു സംശയം.